ഹായ് വെൽക്കം ടു എൻട്രി ആപ്പ്. നമുക്കറിയാവുന്നുണ്ട് SSC സീജലിൻ്റെ നോട്ടിഫിക്കേഷൻ ഫൈനലി വന്നു. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി. അതിലും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പം എല്ലാവർക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് വേക്കൻസി എന്ന് പറയുന്നത് സാധാരണ വരുന്ന വേക്കൻസിയുടെ ഓൾമോസ്റ്റ് 3 ടൈംസിനേക്കാളും കൂടുതലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സാധാരണ വിളിക്കുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് 5,000 to 6,000 വേക്കൻസിയാണ് വിളിക്കുന്നത്. അതിന് ശേഷം പിന്നെ ആ വേക്കൻസി ചിലപ്പോൾ കൂടി 7,000 to 8,000 ഒക്കെ ആകാറുണ്ട്. പക്ഷേ നമുക്ക് ഈ വട്ടം വിളിച്ചേക്കുന്ന ഓൾമോസ്റ്റ് ഒരു 18,000 17,727 ആ ഒരു ഏകദേശം ആ ഒരു കൗണ്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 6,000 into 3 18,000 ഓൾമോസ്റ്റ് 3 ഇരട്ടി എന്ന് നമുക്ക് പറയാം. 3 ഇരട്ടിത്തോളം വേക്കൻസീസ് ആണ് നമുക്ക് ഈ വർഷം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവാണ്. പിന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. സോ രജിസ്റ്റർ ചെയ്യാനുള്ളവർ എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോക്കിക്കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ SSC സീജലിൻ്റെ എക്സാം ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ആ ഒരു SSC സീജലിൻ്റെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് എക്സാമിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ആ ഒരു പാറ്റേൺ എന്താണ് എക്സാമിൻ്റെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു മാർക്സും കാര്യങ്ങളും ടൈമൊക്കെ നമുക്ക് മനസ്സിലാക്കിയാലേ നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, നമ്മുടെ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ വെച്ച് ഈ വർഷം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ SSC സീജൽ 2024 ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വിളിച്ചേക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ആണ് ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 17,727 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പം ഇത്രയും വേക്കൻസീസ് ഉണ്ട്. സോ മേ ബി ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഇനി കൂടാനും മേ ബി ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്കിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 24th June to 24th July വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 32 years വരെ എഴുതാൻ പറ്റുന്ന ചില പോസ്റ്റിലുണ്ട്. ചിലത് 30 വരെ ഉള്ളതുണ്ട്, ചിലത് 28 വരെ ഉള്ളതുണ്ട്. ബട്ട് ആസ് ഓവറോൾ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് പറയാം 32 years വരെയാണ് ഇതിൻ്റെ പോസ്റ്റുകൾ വരുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാ പോസ്റ്റും 32 വരെ അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചിലത് 30യും ചിലത് 28യും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2020 വരെ നമ്മുടെ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സ് വരുമായിരുന്നു. Tier 1, Tier 2, Tier 3, പിന്നെ അതിന് ശേഷം അടുത്ത ബാക്കിയുള്ള സ്റ്റെപ്സ് ഇങ്ങനെ സ്കിൽ ടെസ്റ്റ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് 2022 തൊട്ട് ഈ ഒരു സീജലിൻ്റെയൊക്കെ എക്സാമിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ കമ്പയർ ടു 2021, 22 തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു വർഷങ്ങളിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു 4 സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വെറും 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സാമിന്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു Tier 1 എക്സാമിനേഷൻ കാണും. ആ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മാത്രം Tier 2 എക്സാം എഴുതും. ആ Tier 2 എക്സാമിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്, ആ ടൈപ്പിംഗ് ടെസ്റ്റ് അങ്ങനെയുള്ള സ്കിൽ ടെസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഫൈനൽ ലിസ്റ്റ്, നമ്മുടെ ആ ഒരു സെലക്ഷൻ, ആ ഒരു പ്രോസസ്സിലേക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നെ പോകുന്നത്. നമുക്ക് അവിടെ വേറെ എക്സാംസ് ഒന്നും തന്നെ വരുന്നില്ല. നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് Tier 1, Tier 2 അതിനുശേഷം പിന്നെ അതിൽ നിന്ന് സെലക്ട് ആവുന്ന Tier 3 അതിനുശേഷം പിന്നെ സ്കിൽ ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് സമയവും ഒരുപാട് സ്റ്റെപ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് എക്സാം നടക്കുന്ന സമയത്ത് ഒരു ഏകദേശം 8 to 12 months ആണ് ആ ഒരു പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആവാൻ എടുക്കുന്നത്. പിന്നെ റിസൾട്ട് വരാൻ വീണ്ടും ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം കുറഞ്ഞ് വരുവാണ്. ലൈക്ക് മുമ്പോട്ട് പോകും തോറും അത് വീണ്ടും സ്മൂത്തും വീണ്ടും വളരെ സമയം എടുക്കുന്ന വളരെ കുറഞ്ഞു വരുവാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാം പറഞ്ഞിരിക്കുന്നത് September, October പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒക്ടോബറിൽ നമ്മുടെ Tier 1 നടക്കും. അതിനുശേഷം നമ്മുടെ Tier 2 പറഞ്ഞിരിക്കുന്നത് ടെൻറ്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഡിസംബറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒക്ടോബറിൽ Tier 1 നടന്നു കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ സെപ്റ്റംബർ തൊട്ട് നമ്മളെടുത്താൽ പോലും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ ഒരു 4 മാസം കൊണ്ട് നമ്മുടെ ആ ഒരു Tier 1 എക്സാമിനേഷനും Tier 2 എക്സാമിനേഷനും എനിക്ക് രണ്ടും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഒരു 8 മാസം 12 മാസം എടുത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു എക്സാം ഇപ്പം വെറും 4 മാസം മാത്രമേ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പ്രോസസ്സിന് മൊത്തത്തിൽ എടുക്കത്തുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോ മെഡിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പിന്നെയും സമീപത്തുള്ളൂ. ബട്ട് ഒരുപാട് എടുത്താൽ പോലും എത്ര മാസമേ എടുക്കത്തുള്ളൂ, ഒരു 6 മാസമൊക്കെ മാക്സിമം എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരാൻ അത്രയും പോലും എടുക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ SSC വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്
വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം ജോലി കിട്ടും. നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്താൽ 4 മാസം തൊട്ട് 6 മാസം കൊണ്ട് ജോലി കിട്ടും, SSC ഒക്കെ ആണെങ്കിൽ 1 വർഷം എടുക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്ത് പറയാം, SSCയും ബാങ്കിൻ്റെ അതേ സ്പീഡിൽ തന്നെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി ഇവിടെ കാൻഡിഡേറ്റ്സ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ബാങ്കിനേക്കാളും കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഡിലേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ബാങ്കിൻ്റെ അതേ സ്പീഡിലാണ് ഇപ്പോൾ SSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആൻഡ് ഇത്രയും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന കഴിഞ്ഞ ഒരു 7-8 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഒരു സെക്കൻഡ് ടൈമാണ് ഇത്രയും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്നതെന്ന് പറയും. ബിക്കോസ് ഇതിന് മുമ്പ് ഇതിനേക്കാളും കൂടുതലൊരു വേക്കൻസിക്ക് വിളിച്ചത് 2022-ലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു സെക്കൻഡ് ഹയസ്റ്റ്, ലാസ്റ്റ് ഒരു 7 to 8 ഇയേഴ്സിൻ്റെ അകത്ത് ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് വേക്കൻസിക്കാണ് ഈ വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്സാം സെപ്റ്റംബർ ഒക്ടോബറിലാണ്. നമുക്ക് ഇനി അത്യാവശ്യം 4 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 4 മാസത്തോളം നമുക്ക് സമയം അവിടെ ഉണ്ട്. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഈ വട്ടം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കത്തില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ Tier 1. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ പറയുന്ന Tier 1-ൻ്റെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് മൊത്തം 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. ഏതൊക്കെ? ജനറൽ ഇൻ്റലിജൻസ്, നമ്മളതിനെ റീസണിങ് എന്ന് പറയും. അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ബേസിക് അരിത്മാറ്റിക് സ്കിൽസ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ള. റീസണിങ്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയാറുണ്ട്, പിന്നെ ഇംഗ്ലീഷും അതുപോലെ ജനറൽ അവയർനെസ്. ഈ 4 സബ്ജക്റ്റാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഓരോ സെക്ഷനിൽ നിന്നും നമുക്ക് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷനും ഇവിടെ വരുമ്പോൾ ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മാർക്സിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് 25 ക്വസ്റ്റ്യന് 50 മാർക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന എത്രയാണ്? 2 മാർക്സ് വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത്. നമുക്ക് 25 ക്വസ്റ്റ്യൻ ഇൻറ്റു 2 നമുക്ക് 50 മാർക്സ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 2 മാർക്സ് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം എക്സാം കണ്ടക്ട് ആവുന്നത് 200 മാർക്സിലാണ് കണ്ടക്ട് ആവുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ഇനി ഇതിനു വേണ്ടി നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 മിനിറ്റ് ആണ് നമുക്ക് ഈ ഒരു 100 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ടൈം. 60 മിനിറ്റ്സ് ആണ് കിട്ടുന്ന സമയം. ഈ ഒരു 60 മിനിറ്റ്സിനെ വളരെ നല്ലപോലെ ഓരോ സെക്ഷന് വേണ്ടിയും കറക്റ്റായിട്ടുള്ള ടൈം മാറ്റി വെച്ച് നമ്മൾ നല്ലപോലെ മോക്ക് ടെസ്റ്റ് വഴി പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ അവിടെ നേടാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷേ ആ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇനി വരാനിരിക്കുന്ന ഒരു 3 മാസം ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു Tier 1 എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു എക്സാം കണ്ടക്ട് ആവും നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബറിൽ. അതിനുശേഷം എക്സാം കഴിഞ്ഞൊരു 15 ദിവസത്തിൻ്റെ അകത്തൊക്കെ തന്നെ നമ്മുടെ ഒരു റെസ്പോൺസ് ഷീറ്റ് വരും. നമുക്ക് ആ ഒരു ഏകദേശം മാർക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ പറ്റും. അവിടെ നിന്ന് തന്നെ ഒരു റഫായിട്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഈ കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ അകത്ത് നമ്മുടെ ഷിഫ്റ്റൊക്കെ പാടാണെങ്കിൽ കുറച്ചുകൂടി നോർമലൈസേഷൻ വഴി മാർക്കൊക്കെ കുറച്ചുകൂടിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കട്ട് ഓഫിനേക്കാളും നമുക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു Tier 2-യുടെ എക്സാമിലേക്ക് നമ്മൾ സെലക്ട് ആവും. നമ്മുടെ വരുന്ന ലിസ്റ്റിൻ്റെ ആ റിസൾട്ടിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടായിരിക്കും. ഇനി ഇതിന് ശേഷം നമ്മൾ Tier 2 എക്സാമിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് മോസ്റ്റ്ലി നമ്മുടെ ആ ഒരു ഒക്ടോബർ അവസാനം നവംബറത്തോടെ നമ്മുടെ ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡിസംബറിൽ നമ്മുടെ എക്സാം കാണും. അപ്പോൾ ഡിസംബറിൽ എക്സാമിന് വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്പോൺസ് ഷീറ്റൊക്കെ കിട്ടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം കഴിഞ്ഞൊരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ റെസ്പോൺസ് ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന്. ഒരു റഫ് ഐഡിയ ഉണ്ടായിരിക്കും. വളരെ റയറായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, കട്ട് ഓഫ് ഏകദേശം അവിടെ വരും ആൻഡ് അവരുടെ മാർക്ക് ഏകദേശം അവിടെ ആയിട്ട് വരുമ്പോൾ മാത്രമേ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിൽക്കില്ല. ബിക്കോസ് നമുക്ക് Tier 2-യുടെ എക്സാമിന് റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടത്തില്ല നമുക്ക് പഠിക്കാൻ വേണ്ടി. ഇനി Tier 2-ൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനെ പല സെഷൻസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. എക്സാമിൽ നമുക്ക് 2 സെഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെ സെഷൻ 2.25 മണിക്കൂറിൻ്റെയും രണ്ടാമത്തെ സെഷൻ ഒരു 15 മിനിറ്റിൻ്റെ സ്കിൽ ടെസ്റ്റ് ആണ് അവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സ്കിൽ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ കണ്ടക്ട് ആവുകയാണ്. ഇനി സെഷൻ 1-ൽ നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് സെക്ഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് 2 മോഡ്യൂളാണ് വരുന്നത്. ഒന്ന് മാത്സിൻ്റെ മോഡ്യൂളും അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ റീസണിങ്ങിൻ്റെ മോഡ്യൂളും. സിമ്പിളായിട്ട് നമ്മുടെ സെക്ഷൻ 1-ൽ 2 ടോപ്പിക് ആയിരിക്കും ചോദിക്കുന്നത്, മാത്സും റീസണിങ്ങും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓരോന്നിൽ നിന്നും നമ്മുടെ മാത്സിൽ നിന്നും റീസണിങ്ങിൽ നിന്നും നമുക്ക് 30 ക്വസ്റ്റ്യൻസ് വെച്ചാണ് അവിടെ ചോദിക്കുന്നത്. 30 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്? 60 ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് നമ്മൾ നേരത്തെ ടിയർ 1 കണ്ടു. നമ്മൾ ടിയർ 1 ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 2 മാർക്ക് വെച്ചാണ്. പക്ഷേ ഇവിടെ ടിയർ 2 ടിയർ 1 ഒരു 2 മാർക്ക് വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത്. ഇവിടെ ടിയർ 2 നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് 3 മാർക്ക് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും 60 ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ച് മൊത്തം 180 മാർക്കിലാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ്റെ മാർക്ക് വരുന്നത്. ആൻഡ് ആ ഒരു 60 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാനുള്ള ടൈം അലോട്ട് ചെയ്തേക്കുന്നത് നമുക്ക് 1 മണിക്കൂറാണ് അവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സെക്ഷൻ നമുക്ക് എഴുതാൻ വേണ്ടി. ക്ലിയർ? ആൻഡ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമ്മുടെ ടിയർ 1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ടിയർ 1 നമുക്ക് കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്കവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കുവാണെങ്കിൽ, ഓക്കെ, എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തെറ്റിക്കുവാണെങ്കിൽ നമുക്കവിടെ ഒരു നമ്മൾ ഒരു 1/4 എന്ന് പറയും. ടോട്ടൽ മാർക്കിൻ്റെ 1/4 എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ മാർക്ക് 2 മാർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 1/4 എന്ന് പറയുമ്പം 0.5 മാർക്കാണ് നമുക്കവിടെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. പക്ഷേ തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ 0.5 നമുക്കവിടെ നെഗറ്റീവ് വരും. പക്ഷേ ഇവിടെ വരുമ്പം അതിലും കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് അവിടെ ഒരു ടോട്ടൽ മാർക്കിൻ്റെ 1/4 ആണെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ മാർക്കിൻ്റെ 1/3 ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ് കിട്ടിയെങ്കിൽ തെറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ -1 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം മാർക്കിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 3ൻ്റെ 1/3 1 മാർക്കാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കറക്കി കുത്തുക അല്ലെങ്കിൽ ഒരു ഗസ് വർക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യത്തിന് ഒട്ടും സ്പേസ് ഇല്ല. ബിക്കോസ് ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഇനി സെക്ഷൻ 2ലേക്ക് വന്നാൽ നേരത്തെ നമ്മൾ ടിയർ 1 കണ്ട അതേ 2 സബ്ജക്റ്റാണ് വീണ്ടും ഇവിടെ വരുന്നത്. ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജും അതേപോലെ ജനറൽ അവയർനെസ്സും. ഇതേ 2 സബ്ജക്ട്സ് ആണ് നമുക്ക് ഇവിടെ വീണ്ടും വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അതാണ് നമ്മുടെ സെക്ഷൻ 2 എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും 2 മോഡലാണുള്ളത്. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാരി ചെയ്യുന്ന 45 ക്വസ്റ്റ്യൻസും അതുപോലെ ജനറൽ അവയർനെസ് ക്യാരി ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസും ആണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ വെയിറ്റേജിൽ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ. നേരത്തെ 30 ആയിരുന്നെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിന് കൂടുതൽ വെയിറ്റേജും നമ്മുടെ ജനറൽ അവയർനെസ്സിന് വെയിറ്റേജ് കുറവാണ്. ഇംഗ്ലീഷിന് 45ഉം ജനറൽ അവയർനെസ്സിന് 25ഉം. പക്ഷേ ക്വസ്റ്റിൻ്റെ കൗണ്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ 60 ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 70 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു ടൈം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതേ 1 അവർ തന്നെയാണ് നമുക്കിവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചാണ്. സോ 70 × 3 നമുക്ക് മൊത്തം 210 നമ്മുടെ ഈ രണ്ടാമത്തെ സെക്ഷനിലെ ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ സെക്ഷൻ 1ഉം സെക്ഷൻ 2 കൂടി ചേർത്ത് നമുക്ക് എഴുതാനുള്ള ഒരു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ സമയമാണ് നമുക്കവിടെ കിട്ടുന്നത്. പക്ഷേ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ ടൈമേ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് എക്സ്ട്രാ ടൈം ഇവിടേക്കോ ഇവിടുത്തെ എക്സ്ട്രാ ടൈം അവിടേക്കോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സെക്ഷൻ 3. സെക്ഷൻ 3 എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ നോളജാണ്. അപ്പോൾ നമ്മുടെ ടിയർ 1 എക്സാമും ടിയർ 2 എക്സാമിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ടിയർ 1 എന്തൊക്കെ സബ്ജക്റ്റ് ആണോ ടിയർ 1 ചോദിക്കുന്നത് അതേ സബ്ജക്റ്റ്, ഓക്കെ, എക്സാക്ട്ലി ദ സെയിം സബ്ജക്റ്റ് നമുക്ക് എവിടെയും വരുന്നുണ്ട്, ടിയർ 2ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിയർ 1 എക്സ്ട്രാ പഠിക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ടിയർ 1 പഠിച്ച അതേ കാര്യങ്ങൾ നമുക്ക് എവിടെ യൂസ്ഫുൾ ആയിരിക്കും, ടിയർ 2 യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ടിയർ 2 വരുമ്പം ടിയർ 1 പഠിച്ചതിനേക്കാളും എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കണോ? അപ്പോൾ അത് എക്സ്ട്രാ പഠിക്കേണ്ടത് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടുത്തെ ബെറ്റർ ക്വസ്റ്റൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പക്ഷേ അത് കൂടാതെ നമുക്ക് എന്താണ് എക്സ്ട്രാ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ഒരേ ഒരു എക്സ്ട്രാ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നോളജിൻ്റെ ഒരു ചെറിയൊരു ഏരിയ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ സെക്ഷൻ 3 എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നോളജ്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ മൊത്തം 20 ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മാർക്കാണ് നമുക്കവിടെ വരുന്ന. ഒരു ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന അതേ 3 മാർക്ക് തന്നെയാണ്. പങ്കാണെങ്കിൽ 20 × 3 60 മാർക്കാണ് നമുക്കവിടെ വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫയിങ് ആണ്. നമ്മളിവിടെ ക്വാളിഫൈ ആയാൽ മതി. നമുക്കിവിടെ ഒരുപാട് സ്കോർ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്കിവിടെ അത്യാവശ്യം ക്വാളിഫൈ ആയാൽ മതി. പക്ഷേ ക്വാളിഫൈ ആവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാർക്ക് പറയുന്നില്ല. ആ ഒരു മാർക്ക് നമുക്ക് SSC തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു മാർക്ക് അല്ലാതെ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയുന്നില്ല ദാറ്റ് നമ്മളൊരു 10 ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആവും, അല്ലെങ്കിൽ നമ്മളൊരു 7 ക്വസ്റ്റൻ എഴുതിയാൽ ക്ലിയർ ആവും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിടെ ആ ഒരു കൗണ്ട് തീരുമാനിക്കുന്നത് SSC ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലപോലെ അവിടെയും സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അറിഞ്ഞിരിക്കുക അവിടെ ക്വാളിഫൈ ആയാൽ മതി. നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഒരു 15 തൊട്ട് 16 ക്വസ്റ്റനൊക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ, ഒരു 13 തൊട്ട് 15 നല്ലപോലെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മളവിടെ നെഗറ്റീവ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നെഗറ്റീവ് മാർക്ക് അവിടെയും വരുന്നുണ്ട്. എത്രയാണ് നെഗറ്റീവ്? 1 മാർക്ക് ഇപ്പോൾ നമുക്ക് പോകും. പക്ഷേ ശരിയാണെങ്കിൽ 3 മാർക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അലോട്ട് ചെയ്യുന്ന വളരെ ചെറിയൊരു സമയമാണ് 15 മിനിറ്റ്. നമുക്ക് ജസ്റ്റ് 20 ക്വസ്റ്റനേ ഉള്ളൂ, 15 മിനിറ്റ് അലോട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് 2.25 മണിക്കൂറാണ് നമുക്ക് ഈ മൊത്തം എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സമയം എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷന് 1 അവർ, രണ്ടാമത്തെ സെക്ഷന് 1 അവർ, മൂന്നാമത്തെ ആ ഒരു സെക്ഷന് 15 മിനിറ്റ്.
ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ എന്ത് കാണും, നമുക്ക് അവിടെ ബ്രേക്ക് ഒന്നും കാണത്തില്ല. ഉടനെ തന്നെ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു അവിടെ ഒരു നമുക്ക് എക്സാം കാണും. അടുത്ത എക്സാമാണ് നമ്മുടെ സ്കിൽ ടെസ്റ്റ്. എനിക്ക് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി അതാണ് നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്നത്. സെഷൻ 2-ൽ നമുക്ക് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ചെറിയ സ്കിൽ ടെസ്റ്റ് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ഒരു ടെസ്റ്റാണ്. നമുക്കതൊരു ഡാറ്റ എൻട്രി ടാസ്ക് കാണും. അവിടെ നമ്മളത് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. അവിടെയും എഗെയിൻ മാർക്കൊന്നും നമുക്ക് എടുക്കത്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഏരിയ ക്വാളിഫൈ ആയാൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം Tier 2-യുടെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ Tier 1 പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ Tier 2-ന് കൂടി ചേർത്തായിരിക്കണം പഠിച്ച് പോകേണ്ടത്. Tier 2-ന് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം പഠിക്കാം, അല്ലെങ്കിൽ Tier 1 കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഈ ആദ്യത്തെ 4 ഏരിയയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. അതുപോലെ കമ്പ്യൂട്ടറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സമയം മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ Tier 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനാണ് ബാക്കി മെഡിക്കലും ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് ഈ ഒരു പാറ്റേൺസും ഈ ഒരു പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സും നോക്കി അത് മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നോട് തന്നെ ഒരുപാട് പേര് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നവരും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും നല്ല വേക്കൻസിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മിസ്സാക്കാനും പാടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി എൻട്രിയും നിങ്ങൾക്ക് വേണ്ടി SSC CGL-ന് വേണ്ടി ഒരു പുതിയ ബാച്ച് കൊണ്ടുവരാണ് മിഷൻ CGL 2024-2025. അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂജ് വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. ആൻഡ് സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ചെറിയൊരു സാലറി അല്ല. നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 40,000 ടു നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 80,000-90,000 റേഞ്ചിലാണ് നമ്മുടെ അതിൻ്റെ സാലറി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേ സ്കെയിലുള്ള നമ്മുടെ CGL-ൻ്റെ നമ്മുടെ SSC-യുടെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ മിനി സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു എക്സാം കൂടിയാണ് SSC CGL എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് സിവിൽ സർവീസിന് കിട്ടുന്ന പോസ്റ്റിൻ്റെ തൊട്ടടിയിലുള്ള പോസ്റ്റുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 10 വർഷം 12 വർഷമൊക്കെ കഴിയുമ്പം അതിലെ പല പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾ ഇപ്പം നമ്മൾ CGL വഴി ജോയിൻ ചെയ്യുന്ന പല ആൾക്കാരും ഒരു 10 തൊട്ട് 12 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അവർ ഗസറ്റഡ് റാങ്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസ് വഴി കിട്ടുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തുവാണ്. ഓക്കെ, സോ അത്രയും നല്ലൊരു എക്സാമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലാണ്. അപ്പം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും ആ ഒരു എക്സാംസ് എഴുതാൻ പറ്റും. പക്ഷേ ഗ്രാജുവേറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന നിങ്ങൾക്ക് വേണ്ടി മിഷൻ CGL എന്ന് പറയുന്നൊരു പുതിയ ബാച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊരു ഗോൾഡ് ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SSC സ്പെഷ്യൽ ബാച്ച് ഗോൾഡ് ബാച്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എത്ര ഡേയ്സിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് വരുന്ന ഈ ഗോൾഡ് ബാച്ചിൽ, അതിൻ്റെ അകത്തൊരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഓരോ ഡേ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ, 3 മാസത്തെ ഫുൾ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുള്ള അതിൻ്റെ വീഡിയോസ് ഓൾറെഡി റെക്കോർഡ് വീഡിയോസ് ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങളത് അവിടെ നിന്ന് തന്നെ കാണാം. അത് കൂടാതെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് 3 to 4 ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പിന്നെയും അഡ്വാൻസ് ക്വസ്റ്റിൻ്റെ വർക്കൗട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ടും കിട്ടും, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലാതെ എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾക്ക് അതും ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, നമ്മളിപ്പം ഡെയിലി പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടെസ്റ്റും അന്ന് തന്നെ നമുക്ക് ആ ഒരു ഹാപ്പി തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുവാണ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് SSC-യുടെ CGL-ൻ്റെ ഈ ഒരു ബാച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി അതിൽ ഓഫർ കോഴ്സ് പ്രൈസിലേക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ പാറ്റേൺ ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു നിങ്ങൾ പഠിച്ച കോഴ്സിന് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലൈക്ക് നിങ്ങളിപ്പോൾ ഏത് കോഴ്സാണ് പഠിച്ചത്, ഡിഗ്രിയാണ് പഠിച്ചത്, അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഇവിടുത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടത്തില്ല എന്നൊരു ആംഗിളിൽ തന്നെ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇനി ഒട്ടും തന്നെ ലേറ്റ് ആക്കുക
നടക്കില്ല, നിങ്ങളുടെ സമയമില്ല, നമുക്ക് 3 മാസം സമയമുണ്ട്. ഇത് നല്ലൊരു ടൈമാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഇത് നല്ലപോലെ യൂസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് നമുക്ക് ഫ്യൂച്ചർ സെഷൻസ് നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഡിസ്കഷൻസുമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.